ഗൾഫ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച് 5 അറബ് രാഷ്ട്രങ്ങൾ. ഖത്തർ, IS, ബ്രദർഹുഡ് അടക്കം ഭീകര സംഘടനകളെ സഹായിക്കുന്നെന്ന് സൗദിയും UAEയും. ബഹ്റിനും ഈജിപ്തും യമനും 4 രാജ്യങ്ങളും ഖത്തറിലെ എംബസികൾ അടച്ചു. തീവ്രവാദ ബന്ധമുണ്ടെന്ന ആരോപണം തള്ളി ഖത്തർ. GCC രാജ്യങ്ങൾ ബന്ധം വിച്ഛേദിച്ചത് ജനജീവിതത്തെ ബാധിക്കില്ല. വ്യാപാര ഇടപാടുകൾ തടസ്സമില്ലാതെ നടക്കുമെന്നും ഖത്തർ ഭരണകൂടം. പുതിയ സാഹചര്യം ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബാധിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. സൗദിയിലെ പൊതുമാപ്പ് ഈ മാസം 26-ന് അവസാനിക്കും. അവസരം പ്രയോജനപ്പെടുത്തിയത് 3.5 ലക്ഷം പേർ. കാലാവധി കഴിഞ്ഞ പാസ്പോർട്ടുള്ള വിദേശികളെ രാജ്യം വിടാൻ അനുവദിക്കുമെന്ന് സൗദി. കുവൈത്ത് പൊതുമാപ്പ് പ്രഖ്യാപിച്ചെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യൻ എംബസി. കഴിഞ്ഞ 3 വർഷത്തിനിടെ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ 80,000 ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് മികച്ച ബന്ധമെന്നും സുഷമ സ്വരാജ്. UN രക്ഷാസമിതിയിൽ കുവൈത്തിന് താൽക്കാലിക അംഗത്വം. 188 അംഗ രാജ്യങ്ങൾ കുവൈത്തിനെ പിന്തുണച്ചു. 2018 ജനുവരി മുതൽ 2 വർഷത്തേക്ക് കുവൈത്തിന് രക്ഷാസമിതി അംഗത്വം. ഖത്തറുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ UAE, സൗദി അറേബ്യ, ബഹ്റിൻ എന്നീ ഗൾഫ് രാജ്യങ്ങളും ഈജിപ്തും യമനും തീരുമാനിച്ചു. മുസ്ലിം ബ്രദർഹുഡ് അടക്കമുള്ള ഭീകര സംഘടനകളെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ചാണ് കടുത്ത നടപടി. ഖത്തറുമായുള്ള അതിർത്തികൾ ഈ രാജ്യങ്ങൾ അടയ്ക്കുകയും വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു. എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണമെന്നും രാജ്യത്തെ വിദേശികളെ തീരുമാനം ബാധിക്കില്ലെന്നും ഖത്തർ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഖത്തർ ധനസഹായം ഉൾപ്പെടെ നൽകുന്നുവെന്ന തരത്തിൽ അമേരിക്കൻ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് UAE, ബഹ്റിൻ, സൗദി അറേബ്യ, ഈജിപ്ത്, യമൻ എന്നീ രാജ്യങ്ങൾ ഖത്തറുമായുള്ള ബന്ധം വിച്ഛേദിച്ചത്. ഈ രാജ്യങ്ങളിലെ ഔദ്യോഗിക വാർത്താ ഏജൻസികളായ വാം, SPA തുടങ്ങിയവ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഖത്തറിന്റെ നയതന്ത്ര പ്രതിനിധികൾ 48 മണിക്കൂറിനകം രാജ്യം വിട്ടു പോകണമെന്ന് UAE അടക്കമുള്ള രാജ്യങ്ങൾ നിർദ്ദേശം നൽകി. ഖത്തർ പൗരന്മാർക്ക് ബന്ധം വിച്ഛേദിച്ച് രാജ്യങ്ങൾ വിടാൻ 14 ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത്. ദുബായിയുടെ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഇനി മുതൽ ഖത്തറിലേക്ക് പറക്കില്ല. UAEയുടെ ഔദ്യോഗിക വിമാനമായ എത്തിഹാദ് ചൊവ്വാഴ്ചയോടെ ഖത്തറിലേക്ക് പറക്കുന്നത് നിർത്തും. ഖത്തറുമായുള്ള ആകാശ, ജല, റോഡ് അതിർത്തികൾ അടയ്ക്കാനും തീരുമാനമായി. ഖത്തറുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. മുസ്ലിം ബ്രദർഹുഡ്, ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ എന്നീ ഭീകരവാദ സംഘടനകൾക്ക് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി. കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലാത്ത NGOകൾക്ക് വഴിവിട്ട സഹായങ്ങൾ. സിറിയ അടക്കം പ്രശ്നബാധിതമായ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ വിമതർക്ക് പിന്തുണ. ഖത്തറിന്റെ സ്വന്തം അൽ ജസീറ ചാനൽ ഉപയോഗിച്ച് ഭീകര പ്രവർത്തനങ്ങളെ സ്വാധീനിക്കലും പ്രോത്സാഹിപ്പിക്കലും. ഭീകരതയ്ക്കെതിരെ പോരാടുമെന്ന് വാഗ്ദാനം നൽകിയ 2014 റിയാദ് ഉടമ്പടി ലംഘിക്കൽ. എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തുടർന്നാണ് ഖത്തറുമായുള്ള ബന്ധം ഈ രാജ്യങ്ങൾ അവസാനിപ്പിച്ചതെന്ന് ഖത്തർ പ്രസ്താവനയിറക്കി. ഈ നടപടിയിൽ നിരാശയുണ്ടെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. GCC രാജ്യങ്ങളുടെ തീരുമാനം ഖത്തറിലെ പൗരന്മാരുടെയും പ്രവാസികളുടെയും സാധാരണ ജീവിതത്തെ ബാധിക്കില്ലെന്നും ഖത്തറി സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയും ഹനിക്കുന്ന ശ്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം വെളിപ്പെടുത്തി. 2020 ഫിഫയുടെ ലോക ഫുട്ബോളിന് വേദിയാകാൻ ഒരുങ്ങുന്ന ഖത്തറിന് ഈ നടപടി കടുത്ത തിരിച്ചടിയാകും. ഭീകരതയ്ക്കെതിരെ അമേരിക്കയുടെ സഖ്യസേനയിൽ അംഗമാണ് ഖത്തർ. ഈ പ്രവർത്തനങ്ങൾക്കായി അമേരിക്കൻ വിമാനങ്ങൾ തമ്പടിച്ചിരിക്കുന്നത് ഖത്തറിലെ അൽ ഉബൈദ് എയർബേസിലാണ്. UAE, സൗദി, ബഹ്റിൻ, ഈജിപ്ത്, യമൻ എന്നീ രാജ്യങ്ങളുടെ നടപടിയിൽ അമേരിക്കയുടെ നിലപാട് ഏറെ നിർണായകമാകും. ഐപ്പ് വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്, ദുബായ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഖത്തറുമായുള്ള ബന്ധം വിച്ഛേദിച്ചത് ഖത്തറിലെ ജനജീവിതത്തെ ബാധിക്കില്ലെന്ന് ഖത്തർ. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടെന്നും സാമൂഹിക മാധ്യമങ്ങളിലെ വ്യാജ വാർത്തകളിൽ ആശങ്കപ്പെടേണ്ടെന്നും ഖത്തർ ക്യാബിനറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു. GCC രാജ്യങ്ങളുടെ തീരുമാനം ഖത്തറിലെ പൗരന്മാരുടെയും പ്രവാസികളുടെയും സാധാരണ ജീവിതത്തെ ബാധിക്കില്ലെന്നും ഖത്തറി സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയും ഹനിക്കുന്ന ശ്രമങ്ങൾക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം മറ്റു ഗൾഫ് രാജ്യങ്ങൾ ഖത്തറുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ പുറത്തുവരുന്ന വാർത്തകൾ രാജ്യത്തെ ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ദോഹയിലേക്കുള്ള വിമാനങ്ങൾ സൗദി അറേബ്യയും UAEയും നിർത്തലാക്കിയതും സൗദി ഖത്തർ അതിർത്തി അടച്ചതുമാണ് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയത്. രാവിലെ മുതൽ തന്നെ ഭക്ഷ്യസാധനങ്ങളും മറ്റും വാങ്ങാനായി സൂപ്പർ മാർക്കറ്റുകളിലും
മറ്റും കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പരന്നതോടെ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കേണ്ടതില്ലെന്നും രാജ്യത്തെ ജനങ്ങളുടെ സാധാരണ ജീവിതം ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഖത്തർ മന്ത്രിസഭ പ്രസ്താവനയിൽ അറിയിച്ചു. ആളുകൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും രാജ്യത്തേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തുന്നതിനുള്ള സമുദ്ര വ്യോമയാന മാർഗങ്ങൾ തുറന്നു തന്നെയാണ് കിടക്കുന്നതെന്നും മന്ത്രിസഭ പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാജ്യത്ത് 27 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയിൽ ഇന്ത്യൻ പ്രവാസികളാണ് കൂടുതലായുള്ളത്. ഖത്തറിലെ നിരവധി വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായ സംരംഭങ്ങളും മലയാളികളുടേതാണ്. UAE, സൗദി, ബഹ്റിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി അടുത്ത വ്യാപാര വാണിജ്യ ബന്ധം പുലർത്തുന്ന വ്യാപാരികളെയും കച്ചവടക്കാരെയും പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എത്രത്തോളം സാരമായി ബാധിക്കുമെന്നതും വ്യക്തമല്ല. ഖത്തർ ആഭ്യന്തര മന്ത്രാലയം എല്ലാ വാർത്താവിനിമയ ചാനലുകളും ഫോണുകളും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള വ്യാജ വാർത്തകൾ വാട്സപ്പ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നതും ആളുകളെ പരിഭ്രാന്തിയിലാക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണങ്ങൾ ലഭിച്ചിട്ടില്ല. രാജ്യത്തെ ജനങ്ങൾ വ്യാജ വാർത്തകളിൽ പരിഭ്രാന്തരാകരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖത്തറിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഖത്തർ ന്യൂസ് ഏജൻസി മെയ് 24 ഹാക്ക് ചെയ്യുകയും അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ഹാക്കർമാർ പ്രസിദ്ധീകരിച്ചതുമാണ് ഖത്തറും മറ്റ് ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുണ്ടാക്കിയത്. വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവത്തെക്കുറിച്ച് അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ സഹകരണത്തോടെ അന്വേഷണം ശക്തമാണ്. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ശക്തമായി പിന്തുണ നൽകുന്ന രാജ്യമാണ് ഖത്തർ. അതുകൊണ്ട് തന്നെ നിലവിലെ പ്രതിസന്ധി തരണം ചെയ്യാൻ ഖത്തറിന് കഴിയുമെന്നും അയൽരാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ പ്രവാസികൾ. മാതൃഭൂമി ന്യൂസ്, ഖത്തർ. ഖത്തറുമായി മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ബന്ധം വിച്ഛേദിച്ചത് ഇന്ത്യയെ ബാധിക്കില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഗൾഫ് മേഖലയിൽ ഉടലെടുത്ത വിഷയം ഇന്ത്യയും ഖത്തറുമായുള്ള കരാറുകളെ ബാധിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കി. കഴിഞ്ഞ 3 വർഷത്തിനിടെ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടന്ന 80,000 ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞെന്ന് വാർഷിക വാർത്താ സമ്മേളനത്തിൽ സുഷമ സ്വരാജ് വ്യക്തമാക്കി. ഗൾഫ് മേഖലയിൽ ഖത്തറുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിഷയം GCC രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് ഒരു തരത്തിലും ഇന്ത്യയെ ബാധിക്കില്ല. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ കാര്യത്തിൽ മാത്രമാണ് ആകുലതയുള്ളതെന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കി. हमारे अपने हितों पर या हमारे उनके साथ इन्वेस्टमेंट पर किसी तरह का कोई असर इससे नहीं पड़ता. ये GCCI का आंतरिक मामला. പാക് നയത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടില്ല. കസാഖിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി ചർച്ച നടക്കില്ലെന്നും സുഷമ സ്വരാജ് പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ച സംഭവം ചൈനയോട് ഉന്നയിക്കും. NSG വിഷയത്തിലും ചൈനയുമായി ചർച്ച തുടരുമെന്നും സുഷമ സ്വരാജ് അറിയിച്ചു. അതേസമയം പാരീസ് ഉടമ്പടി ആരുടെയും സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്ത്യ ഒപ്പുവെച്ചത്. ഉടമ്പടിയിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായും വാർഷിക വാർത്താ സമ്മേളനത്തിൽ സുഷമ സ്വരാജ് വ്യക്തമാക്കി. കഴിഞ്ഞ 3 വർഷത്തിനിടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ കുടുങ്ങിക്കിടന്ന 80,000 ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞ നേട്ടമായി സുഷമ സ്വരാജ് ഉയർത്തിക്കാട്ടി. ഇക്കാലയളവിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി മികച്ച ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞെന്നും സുഷമ സ്വരാജ് വാർഷിക വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. സൗദി അറേബ്യയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തലാക്കിയതായി ഖത്തർ എയർവേസ് അറിയിച്ചു. ജൂൺ 6 ദോഹ സമയം 2:59 വരെയാണ് സർവീസ് റദ്ദാക്കിയിരിക്കുന്നത്. കാലാവധി കഴിഞ്ഞ പാസ്പോർട്ടുള്ള നിയമലംഘകരായ വിദേശികളെ രാജ്യം വിടാൻ അനുവദിക്കുമെന്ന് സൗദി പാസ്പോർട്ട് വകുപ്പ് അറിയിച്ചു. സൗദിയിൽ പ്രാബല്യത്തിലുള്ള പൊതുമാപ്പ് കാലയളവിലാണ് ഇളവ് അനുവദിക്കുന്നതെന്നും പാസ്പോർട്ട് വകുപ്പ് വ്യക്തമാക്കി. സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റും ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷനും നടത്തിയ ചർച്ചയിലാണ് കാലാവധി കഴിഞ്ഞ പാസ്പോർട്ടുള്ള നിയമലംഘകരായ വിദേശികളെ രാജ്യം വിടാൻ അനുവദിക്കുന്നതിന് ധാരണയായത്. ഇതുപ്രകാരം കാലാവധി തീർന്ന പാസ്പോർട്ടുള്ളവർക്ക് യാത്ര നിഷേധിക്കരുതെന്ന് സൗദിയിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾക്ക് അയച്ച സർക്കുലറിൽ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി. പാസ്പോർട്ട് ഡയറക്ടറേറ്റിനെ സമീപിക്കുന്ന പല നിയമലംഘകരും ഹാജരാക്കുന്നത് കാലാവധി തീർന്ന പാസ്പോർട്ടുകളാണ്. കാലാവധി കഴിഞ്ഞ പാസ്പോർട്ടുമായി യാത്ര ചെയ്യാൻ അനുവദിക്കാറില്ല. എയർപോർട്ടുകളിലെ പാസ്പോർട്ട് കൗണ്ടറുകളിൽ ഇത്തരക്കാർക്ക് ഫൈനൽ എക്സിറ്റ് നൽകിയാലും വിമാന കമ്പനികൾ യാത്ര നിഷേധിക്കും. പാസ്പോർട്ട് പുതുക്കുന്നതിന് നിയമലംഘകർക്ക് സമയവും പണവും ആവശ്യമാണ്. പൊതുമാപ്പ് അവസാനിക്കുന്നതിന് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പൊതുമാപ്പ് വേളയിൽ ഇത്തരക്കാർക്ക് ഇളവ് നൽകി പ്രശ്നം പരിഹരിക്കാൻ പാസ്പോർട്ട് വകുപ്പും ഏവിയേഷൻ അതോറിറ്റിയും തീരുമാനിച്ചത്. ഹജ്ജ്, ഉംറ, വിസിറ്റ്, ട്രാൻസിറ്റ് വിസക്കാരായ നിയമലംഘകർക്ക് പാസ്പോർട്ട്, കൺഫേം ചെയ്ത ടിക്കറ്റ് എന്നിവയുമായി എയർപോർട്ടിൽ നിന്ന് ഫൈനൽ എക്സിറ്റ് നേടി രാജ്യം വിടാൻ സൗകര്യമുണ്ടെന്നും പാസ്പോർട്ട് വകുപ്പ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. 3.5 ലക്ഷം നിയമലംഘകർ സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയതായി പാസ്പോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ മേജർ ജനറൽ ദൈഫുല്ല അൽ ഹുവൈഫി അറിയിച്ചു. പൊതുമാപ്പ് ഈ മാസം 26-ന് അവസാനിക്കും. നിയമലംഘകരായ മുഴുവൻ വിദേശികളും രാജ്യം വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുവൈത്തിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് രാജ്യം വിട്ടുപോകുന്നതിനുള്ള പൊതുമാപ്പ് പ്രഖ്യാപിച്ചതായുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതം.
ജനങ്ങളെ വഴിതെറ്റിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സമൂഹ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടിയുണ്ടാകുമെന്നും രാജ്യത്തെ നിലവിലുള്ള നിയമം അനുശാസിക്കണമെന്നും എംബസിയുടെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. കുവൈത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. അതേസമയം രാജ്യത്ത് നിലവിൽ 29,000 ഇന്ത്യക്കാർ താമസ കുടിയേറ്റ നിയമം ലംഘിച്ച് തുടരുന്നുണ്ട്. ഇവരെ എത്രയും വേഗം നാട്ടിലേക്ക് മടക്കി അയക്കുന്നതിനുള്ള നിയമ നടപടികൾക്കായി കുവൈത്ത് അധികൃതരുമായി ചർച്ച ചെയ്തു വരികയാണെന്ന് ഇന്ത്യൻ സ്ഥാനപതി കഴിഞ്ഞ ദിവസം വാർത്താലേഖകരെ അറിയിച്ചിരുന്നു. നയതന്ത്ര തലത്തിൽ ചർച്ച പുരോഗമിക്കുകയാണെന്നും എംബസിയുടെ ഭാഗത്തു നിന്നും പരിമിതികൾക്കുള്ളിൽ കാര്യങ്ങൾ കുവൈത്ത് അധികൃതരെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പൊതുമാപ്പ് സംബന്ധിച്ച് യാതൊരുവിധ അനുകൂല നിലപാടും കുവൈത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യക്കാർ രാജ്യത്ത് നിലവിലുള്ള നിയമം പാലിക്കുന്നതിന് ബാധ്യസ്ഥരാണെന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. കുവൈത്തിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചതായുള്ള വാർത്ത അടിസ്ഥാനരഹിതമെന്ന് കുവൈത്തിലെ ഇന്ത്യൻ എംബസി. അനധികൃത കുടിയേറ്റക്കാരായ 29,000 ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നിയമ നടപടികൾക്ക് കുവൈത്ത് അധികൃതരുമായി ചർച്ച ചെയ്തു വരികയാണെന്ന് ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ വ്യക്തമാക്കി. 3.45 ലക്ഷം നിയമലംഘകർ ഫൈനൽ എക്സിറ്റ് നേടിയതായി പാസ്പോർട്ട് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മേജർ ജനറൽ ദൈഫുല്ല അൽ ഹുവൈഫി പറഞ്ഞു. നിയമലംഘകരായ വിദേശികൾ എത്രയും വേഗം ഫൈനൽ എക്സിറ്റ് നേടണം. ഇതിനായി രാജ്യത്തെ 13 പ്രവിശ്യകളിലും പ്രത്യേക കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. റമദാനിൽ രാവിലെയും വൈകിട്ടുമായി 2 ഷിഫ്റ്റുകളിൽ നിയമലംഘകർക്ക് ഇവിടെ സേവനം ലഭ്യമാണെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി. മാർച്ച് 29-നാണ് സൗദിയിൽ 90 ദിവസത്തെ പൊതുമാപ്പ് ആരംഭിച്ചത്. ഇനിയുള്ള 22 ദിവസം നിയമലംഘകർ പ്രയോജനപ്പെടുത്തണം. ശിക്ഷയില്ലാതെ നിയമലംഘകർക്ക് മടങ്ങാനുള്ള അവസരം മുഴുവൻ നിയമലംഘകരും പ്രയോജനപ്പെടുത്തണമെന്നും മേജർ ജനറൽ ദൈഫുല്ല അൽ ഹുവൈഫി പറഞ്ഞു. പൊതുമാപ്പിൽ രാജ്യം വിടുന്നവർക്ക് വീണ്ടും പുതിയ വിസയിൽ മടങ്ങിവരാൻ അവസരമുണ്ട്. എന്നാൽ പൊതുമാപ്പിൽ രാജ്യം വിടാതെ കഴിയുന്ന നിയമലംഘകരെ മടങ്ങിവരാൻ അനുവദിക്കില്ല. ഇവരുടെ വിരലടയാളം രേഖപ്പെടുത്തി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും പാസ്പോർട്ട് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പൊതുമാപ്പ് കഴിയുന്നതോടെ രാജ്യത്ത് ശക്തമായ റെയ്ഡുകൾ ആരംഭിക്കും. സൗദി അറേബ്യയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് അഭയം നൽകുന്ന വിദേശികളെ നാടുകടത്തും. ഇവർക്ക് പിഴയും തടവും ശിക്ഷയും ലഭിക്കുമെന്നും പാസ്പോർട്ട് വകുപ്പ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. UN രക്ഷാസമിതിയിൽ കുവൈത്തിന് താൽക്കാലിക അംഗത്വം. വോട്ടെടുപ്പിൽ 192 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. 188 രാജ്യങ്ങൾ കുവൈത്തിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 10 രാജ്യങ്ങളടക്കമുള്ള താൽക്കാലിക സമിതിയിലേക്കാണ് കുവൈത്തും ഇടം നേടിയത്. 2018 ജനുവരി മുതൽ 2 വർഷത്തേക്കാണ് താൽക്കാലിക സമിതിയുടെ കാലാവധി. UN രക്ഷാസമിതിയിൽ അംഗത്വത്തിനായി UN ജനറൽ അസംബ്ലി നടന്ന വോട്ടെടുപ്പിൽ 192-ൽ 188 വോട്ട് നേടിയാണ് കുവൈത്തിന് അംഗത്വം ലഭിച്ചത്. 2018 ജനുവരി മുതൽ 2 വർഷത്തേക്കാണ് UN രക്ഷാസമിതിയിലേക്ക് തിരഞ്ഞെടുത്തത്. നിലവിൽ 10 താത്കാലിക അംഗങ്ങളാണ് ഉള്ളത്. 2 വർഷ കാലാവധിയിലേക്ക് 5 അംഗങ്ങളെ വീതമാണ് ഓരോ വർഷവും തിരഞ്ഞെടുക്കുക. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ എന്നീ 5 രാജ്യങ്ങൾക്കാണ് രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വമുള്ളത്. അതേസമയം സമാധാനവും സുരക്ഷയും കൂടുതലുള്ള ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ അറബ് മേഖലയിൽ 1ാം സ്ഥാനത്ത് ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾക്കൊപ്പം കുവൈത്തും സ്ഥാനം നേടി. ഓസ്ട്രേലിയയിലെ സിഡ്നി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയുടെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സിറിയ, ഇറാഖ്, യമൻ, ലിബിയ, സുഡാൻ, ലെബനൻ, ഫലസ്തീൻ എന്നീ രാജ്യങ്ങളാണ് അറബ് മേഖലയിൽ ജീവിത സുരക്ഷയ്ക്ക് ഭീഷണി നിലനിൽക്കുന്ന രാജ്യങ്ങൾ എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം കുവൈത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം മറ്റ് GCC അംഗരാജ്യങ്ങളുടെ സുരക്ഷയും പരമപ്രധാനമെന്ന് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിദ് അൽ ഹമദ് അൽ സബ അഭിപ്രായപ്പെട്ടു. സൗദിയിൽ സൈനിക ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന കുവൈത്ത് സേനയ്ക്ക് റമദാൻ ആശംസകൾ അറിയിക്കവെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സൗദി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായി ദേശീയ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കുവൈത്ത് സേനയെ പ്രതിരോധ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. ജാഗ്രത പുലർത്താൻ ദേശീയ സേനയോട് കുവൈത്ത് അമീർ ആഹ്വാനം ചെയ്തു. ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കാൻ തയ്യാറെടുക്കണമെന്നും ആണ് നിർദ്ദേശം. രാജ്യസുരക്ഷയ്ക്കായി ജാഗ്രത പുലർത്തുന്നതിന് ദേശീയ സേനയോട് കുവൈത്ത് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ ആവശ്യപ്പെട്ടു. ഉന്നത സൈനിക മേധാവിയുടെ താവളത്തിൽ കിരീടാവകാശി ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയോടൊപ്പം എത്തിയ അമീർ ഏതു തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കുന്നതിനും സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും ജാഗ്രതയോടെ തയ്യാറാക്കണമെന്നും സേനയോട് ആവശ്യപ്പെട്ടു. റമദാൻ പുണ്യമാസത്തിൽ സൈനിക മേധാവികളെയും സൈനികരെയും അഭിനന്ദിക്കുകയും തുടർന്ന് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ഖാലിദ് അൽ ഹമദ് അൽ സബ, പ്രതിരോധ സെക്രട്ടറി ജാസർ അൽ അബ്ദുൾ റസാഖ് അൽ ജാസർ, ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഖാലിദ് അൽ ഖേദർ കൂടാതെ ഉന്നത സൈനിക മേധാവികളുമായും അമീർ ചർച്ച ചെയ്തു. രാജ്യസുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഏതുതരം നീക്കത്തെയും പ്രതിരോധിക്കുന്നതിനുള്ള ആത്മവിശ്വാസവും കരുത്തും സേന കൈവരിക്കണമെന്നും രാജ്യസുരക്ഷയുടെ കാവൽ ഭടന്മാരായി അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സർവാത്മന രാജ്യത്ത് നിലകൊള്ളണമെന്നും അമീർ സൈനിക മേധാവികളോട് ആവശ്യപ്പെട്ടു. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. ബഹ്റിനിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പണം ശേഖരിക്കുന്നത് തടയാൻ പണമിടപാട് സംബന്ധിച്ച നിയമം കർശനമായി നടപ്പാക്കുന്നു. രാജ്യത്ത് നടക്കുന്ന ഏതുതരം പണമിടപാടും നിയമാനുസൃതമാണെന്ന് ഉറപ്പുവരുത്തും.
രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പണം ശേഖരിക്കുന്നത് തടയാൻ പണം കൈമാറ്റം സംബന്ധിച്ച നിയമങ്ങൾ കർശനമായി നടപ്പാക്കുമെന്ന് നീതിന്യായ ഇസ്ലാമിക് കാര്യ ഔഖാഫ് മന്ത്രാലയം അറിയിച്ചു. ഏതുതരം പണക്കൈമാറ്റവും ഭരണഘടനയും നിയമവും അനുശാസിക്കുന്ന തരത്തിലാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തും. സംഭാവനകളും മറ്റും നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നൽകാൻ പാടുള്ളൂ. മതപരമായ കാര്യങ്ങൾക്ക് പണം ശേഖരിക്കുന്നതിനും അതിനായി ഉപയോഗിക്കുന്ന മുഴുവൻ പണത്തിനും നിയമം ബാധകമാണ്. സംഭാവനകൾ പിരിക്കുന്നതിന്റെ വരവ് ചെലവ് കണക്കുകൾ സുതാര്യമായിരിക്കണം. സക്കാത്ത്, ദാനധർമ്മങ്ങൾ, സംഭാവന എന്നിവ കൈപ്പറ്റുന്ന സംഘടനകൾ സുതാര്യമായി ഇക്കാര്യങ്ങൾ നിർവഹിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ ഗുരുതരമായി ബാധിക്കുന്നതിനാൽ പണത്തിന്റെ ഉറവിടം മറച്ചുവെക്കുന്നത് കുറ്റകരമാണ്. കള്ളപ്പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും അനധികൃത പണമിടപാട് തടയുന്നതിനും വ്യക്തികളുടെ സ്വാതന്ത്ര്യവും അവകാശവും സ്വത്തും സംരക്ഷിക്കപ്പെടുന്നതിനുമാണ് നിയമം കർശനമാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ബഹ്റിൻ. വിദേശ തൊഴിലാളികളുടെ ആശ്രിത വിസ, സ്പോൺസർഷിപ്പ് മാറ്റം, പ്രൊഫഷൻ മാറ്റം എന്നിവയ്ക്ക് തൊഴിലുടമയുടെ അനുമതി ആവശ്യമില്ലെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് പാസ്പോർട്ട് വകുപ്പ് വക്താവ് കേണൽ തൊലാൽ ബിൻ അബുൽ മുഹ്സിൻ അൽ ഷൽഹൂബ് പറഞ്ഞു. പാസ്പോർട്ട് വകുപ്പിന്റെ പേരിൽ പ്രചരിക്കുന്ന വാർത്ത ശരിയല്ല. ഫാമിലി വിസ, പ്രൊഫഷൻ മാറ്റം, സ്പോൺസർഷിപ്പ് മാറ്റം എന്നിവയ്ക്ക് പാസ്പോർട്ട് വകുപ്പിന് ബന്ധമില്ല. വിസ അനുവദിക്കുന്നത് പാസ്പോർട്ട് വകുപ്പുമല്ല. ഗാർഹിക തൊഴിലാളികൾ ഒഴികെ സ്പോൺസർഷിപ്പ്, പ്രൊഫഷൻ മാറ്റം എന്നിവ തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണെന്നും കേണൽ തൊലാൽ ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ ഷൽഹൂബ് പറഞ്ഞു.